ഹാൾ മാസ്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിഫ്രാക്ഷൻ എന്താണെന്ന് നോക്കി. ഇനി ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇന്റർഫറൻസ് എന്താണ്, പോളറൈസേഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ നോക്കി പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വേവിന് സംഭവിക്കുന്ന മറ്റൊരു പ്രതിഭാസമാണ് ഇന്റർഫറൻസ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന രണ്ട് വേവുകൾ കൂടി ചേർന്നിട്ട് ഒരു വേവ് ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. ഇൻ്റർഫറൻസിൻ്റെ ചെറിയൊരു ഡെഫിനേഷൻ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ഫിനോമിന വെർ ടു ഓർ മോർ ലൈറ്റ് വേവ് സൂപ്പറിമ്പോസ് റിസൾട്ടിങ് ഇൻ എ ന്യൂ വേവ് വിത്ത് എ കമ്പൈൻഡ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ലൈറ്റിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു രണ്ട് വേവിനും സെയിം ഫ്രീക്വൻസി ആയിരിക്കും, സെയിം വേവ് ലെങ്ത് ആയിരിക്കും, സെയിം ഫേസ് ആയിരിക്കും. ഈ ഒരു വേവിന് സ്ട്രക്ചർ നോക്കിയാൽ മനസ്സിലാവും. ഉയർന്നു നിൽക്കുന്ന ഭാഗം ക്രസ്റ്റും താഴ്ന്നു നിൽക്കുന്ന ഭാഗം ട്രഫ് എന്നും പറയുന്നുണ്ട്. നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുണ്ടാവുക രണ്ട് ടൈപ്പ് ആയിട്ടുള്ള ഇന്റർഫറൻസ് ആണ്. ഒന്ന് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും രണ്ട് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും. ഇപ്പോൾ കൺസ്ട്രക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ ഒന്ന് കൂടുതൽ മേക്ക് ചെയ്യപ്പെടുകയാണ് അല്ലെങ്കിൽ കൂടുതൽ വലുപ്പത്തിലേക്ക് എത്തുകയാണെന്നുള്ളത്. അതായത് രണ്ട് വേവ് ചേർന്നിട്ട് ഒരു കൂടുതൽ ആംപ്ലിറ്റ്യൂഡുള്ള ഒരു വലിയ വേവ് ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിലൂടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് വേവിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് വേവിൻ്റെയും ക്രസ്റ്റും ട്രഫും സെയിം ഫേസിലായിരിക്കും. ഫസ്റ്റ് വേവിൻ്റെ ക്രസ്റ്റും സെക്കൻഡ് വേവിൻ്റെ ക്രസ്റ്റും അതുപോലെ തന്നെ ഫസ്റ്റ് വേവിൻ്റെ ട്രഫും സെക്കൻഡ് വേവിൻ്റെ ട്രഫും ഒരേ ഫേസിലൂടെ തന്നെയാണെങ്കിലാണ് ഈ ഒരു കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഉണ്ടാകുന്നത്. അതുവഴി നമുക്ക് ഹൈ ആംപ്ലിറ്റ്യൂഡിലുള്ള വേവ് പ്രൊഡ്യൂസ് ചെയ്യും. ലൈറ്റിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വേവിൻ്റെ ക്രസ്റ്റും സെക്കൻഡ് വേവിൻ്റെ ട്രഫുമാണ് ഒരേ ഫേസിൽ വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് വേവിൻ്റെ ക്രസ്റ്റും ഫസ്റ്റ് വേവിൻ്റെ ട്രഫും ഒരേ ഫേസിൽ. അങ്ങനെ ഈ ഒരു രീതിയിൽ വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോവർ ആംപ്ലിറ്റ്യൂഡ് ആയിട്ടുള്ള വേവ് നമുക്ക് ലഭിക്കുന്നു. ഇതുവഴി നമുക്ക് പ്രകാശത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഡാർക്കർ ആയിട്ടുള്ള റീജിയൻ ആയിരിക്കും ഈ ഒരു ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു ഇന്റർഫറൻസ് നടക്കണമെങ്കിൽ കൊഹറന്റ് ലൈറ്റ് സോഴ്സ് വേണം. അതുപോലെ തന്നെ മോണോക്രോമാറ്റിക് ലൈറ്റും നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇന്റർഫറൻസ് നമുക്ക് നടക്കുകയുള്ളൂ. ഒരു എക്സാമ്പിളായിട്ട് സോപ്പ് ബബിൾസ്, അതുപോലെ തന്നെ നമ്മുടെ ഓയിൽസൊക്കെ, വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ഒരു ഓയിൽ ഡ്രോപ്പൊക്കെ നമുക്ക് ഈ ഒരു ഇന്റർഫറൻസിൻ്റെ എക്സാമ്പിളാണ്. അടുത്തതായിട്ട് ലാസ്റ്റായിട്ട് നമ്മൾ പറയുന്നത് പോളറൈസേഷനാണ്. നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ ഓസിലേഷൻസ് ഓഫ് the electric field vectors of an electromagnetic wave like light are restricted to a single plane. ഈ ഒരു ലൈറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് പല ഡയറക്ഷനിലേക്കും എല്ലാ ഡയറക്ഷനിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഓസിലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പോളറൈസറിലൂടെ ഈ ഒരു ലൈറ്റിനെ കടത്തിവിടുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓസിലേഷൻ എന്ത് ചെയ്യാൻ അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്നു. അത് ഒരു സ്പെസിഫിക് പ്ലെയിനിലേക്ക് മാത്രം കടത്തിവിടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു ക്ലീൻ പാറ്റേൺ ഓഫ് ലൈറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സൺഗ്ലാസ്സിലൊക്കെ ഈ ഒരു പോളറൈസേഷൻ എന്നുള്ള ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 3D ഗ്ലാസസ്, 3D ഫിലിം കാണുന്ന 3D ഗ്ലാസസിലും ഈ ഒരു പോളറൈസേഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രവർത്തനം നടക്കുന്നത്. ഈ ഒരു 3D ഗ്ലാസസ് രണ്ട് കണ്ണിലേക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ആ ഒരു വസ്തുക്കളെ കാണിച്ചു തരുന്നത്. അതിലൂടെയാണ് ഈ ഒരു മെയിനായിട്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാവുന്നതാണ്.